The coordinate of the vertices of a triangle are 1, 2, 2, 3, 3, 1. Find the coordinate of the center of its circumcircle and the circumradius. ഒരു ത്രികോണത്തിന്റെ മൂലകൾ 1, 2, 2, 3, 3, 1 എന്നീ ബിന്ദുക്കളാണ്. ഇതിന്റെ പരിവൃത്തത്തിന്റെ കേന്ദ്രവും ആരവും കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ചിത്രം ഇങ്ങനെ വരച്ചു, എന്നിട്ട് ABC എന്ന് പറയുന്ന പേര് കൊടുത്തു ട്രയാങ്കിളിന്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പരിവൃത്തത്തിന്റെ ആരവും കാണണം, വൃത്ത കേന്ദ്രവും കാണണം. അഥവാ പരിവൃത്തത്തിന്റെ കേന്ദ്രവും ആരവും. അത് പരിവൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ത്രികോണത്തിന്റെ 3 മൂലകളിൽ കൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ ഉണ്ടല്ലോ, ആ സർക്കിളിന്റെ അഥവാ ആ ട്രയാങ്കിളിന്റെ ആ സർക്കിളിന്റെ സെന്റർ കാണണം. അതായത് ആ ട്രയാങ്കിളിന്റെ എല്ലാ മൂലകളും, ആ ത്രികോണത്തിന്റെ എല്ലാ മൂലകളും എവിടെയായിരിക്കും? സർക്കിളിലായിരിക്കും. അപ്പൊ അതിന്റെ എല്ലാ മൂലയൊന്നും ഞാൻ സെന്ററിലോട്ട് ഓരോ ലൈനുകൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കാണുന്ന ഈ പി എന്ന് പറയുന്ന പോയിന്റിന്റെ എന്താ പറയാ കോർഡിനേറ്റ് കാണണം. അതിനാദ്യം PA, PB, PC ഈ 3 ലെങ്ത്തുകൾ ഞാൻ കാണാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? പിയുടെ സൂചകസംഖ്യകൾ കണ്ടുപിടിക്കാം. പിയുടെ സൂചകസംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റേഡിയസ് കാണാലോ, PA ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ PA XY എന്ന് എടുത്തു. പി എന്ന് പറയുന്ന പോയിന്റിനെ XY എന്ന് എടുത്തു. ഇനി PA ഈക്വൽ ടു PB ഈക്വൽ ടു PC ആയിരിക്കും. നേരത്തെ പറഞ്ഞു 3 വശങ്ങളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം 3ഉം സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലോട്ട് പോകുന്ന വരകളാണ്. അതിനെ നമ്മൾ റേഡിയസ് എന്ന് പറയും. ഇനി PA കാണണം. PA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഇക്വേഷൻ എന്താ? x1 minus x2 the whole square plus y1 minus y2 the whole square. x1 y1 ആയിട്ട് x നെ y നെ എടുത്തു. x2 y2 ആയിട്ട് എന്ത് ചെയ്തു? 1 2 നെ എടുത്തു. അപ്പൊ x1 minus x2, അപ്പൊ x minus 1 the whole square plus y1 minus y2, y1 y ആണ്, y2 എന്ന് പറയുന്നത് 2 ആണ്, the whole square. ഇതിനെ എക്സ്പാൻഡ് ചെയ്തു. a minus b the whole square എക്സ്പാൻഡ് ചെയ്തത് a minus b the whole square, a minus b the, ഇനി എല്ലാം ഈ ഒരു എക്സ്പാൻഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. a minus b the whole square equal to a square minus 2ab plus b square. ഓക്കെ, അപ്പൊ a സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സിന്റെ സ്ഥാനത്തുള്ള എയുടെ സ്ഥാനത്ത് a മൈനസ് ബി എന്നാണല്ലോ വരിക. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 2ab എന്നാണ്. അപ്പൊ മൈനസ് 2 into x into 1 അഥവാ 2x പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ. ഈ y മൈനസ് 2 the whole square അതേപോലെ തന്നെ a മൈനസ് ബി the whole square എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 സ്ക്വയർ പ്ലസ് y സ്ക്വയർ മൈനസ് 4y പ്ലസ് 2 സ്ക്വയർ കിട്ടി. ഇനി ഇതിന്ന് x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1ന്റെ സ്ക്വയർ 1, y സ്ക്വയർ അതേപോലെ എഴുതി മൈനസ് 4y, 2 സ്ക്വയറിന്റെ വാല്യൂ 4 എന്ന് എഴുതി. ഇനി 2നെയും 1നെയും നമുക്ക് കൂട്ടാലോ, അല്ല 4നെയും 1നെയും കൂട്ടാലോ. അപ്പൊ x സ്ക്വയർ മൈനസ് 2x പ്ലസ് y സ്ക്വയർ മൈനസ് 4y 4 ഒന്നും കൂട്ടുമ്പോ 5. അപ്പൊ പി യുടെ ലെങ്ത് കിട്ടി. x സ്ക്വയർ മൈനസ് 2x പ്ലസ് y സ്ക്വയർ മൈനസ് 4y പ്ലസ് 5. ഇനി അടുത്തത് PB കാണണം. അതും ഇതേപോലെ തന്നെ ബിനെ നമ്മൾ x2 y2 ആയിട്ട് എടുത്തു. പി നമുക്കറിയാം എന്തായിരുന്നു? XY എന്നായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു പിനെ നമ്മൾ XY എന്നാണ് എടുക്കുന്നത്. അപ്പൊ x മൈനസ് 2 the whole square പ്ലസ് y മൈനസ് 3 the whole square. ഇതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ a മൈനസ് ബി the whole square എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. a സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് x സ്ക്വയർ മൈനസ് 2ab എന്ന് പറയുമ്പോൾ മൈനസ് 2 into x into 2. അപ്പൊ 2 into 2 4, 4 into x 4x പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ. ഇവിടെ വരുമ്പോ a സ്ക്വയർ എന്ന് പറഞ്ഞാൽ y ന്റെ സ്ക്വയർ മൈനസ് 2ab, അപ്പൊ മൈനസ് 2 into y into 3, അപ്പൊ 2 into 3 6, 6 into y 6y പ്ലസ് 3 സ്ക്വയർ. ഇനി നമുക്ക് ആ സ്ക്വയറുകൾ കാണാം. അപ്പൊ x സ്ക്വയർ മൈനസ് 4x, 2ന്റെ സ്ക്വയർ 4 എന്ന് കിട്ടും, 3ന്റെ സ്ക്വയർ എന്ത് കിട്ടും? 9 കിട്ടും. ഇനി 4ഉം 9ഉം കൂട്ടാലോ, അല്ലെ? അപ്പൊ x സ്ക്വയർ മൈനസ് 4x പ്ലസ് y സ്ക്വയർ മൈനസ് 6y പ്ലസ് 13 എന്ന് കിട്ടും. ഇനി അടുത്ത് PC കാണണം. PC കാണാൻ അതേപോലെ തന്നെ x1 y1 x2 y2 നെ നമ്മൾ 3നെ 1നെ എടുത്തു. അപ്പൊ x മൈനസ് 3 the whole square പ്ലസ് y മൈനസ് 1 the whole square. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. a മൈനസ് ബി the whole square തന്നെ a സ്ക്വയർ മൈനസ്
2ab. അപ്പോൾ a സ്ക്വയർ പറയുമ്പോൾ x സ്ക്വയർ മൈനസ് 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു x ഇൻറ്റു 3. 2 ഇൻറ്റു 3 6 കിട്ടും. 6 ഇൻറ്റു x 6x പ്ലസ് 3 സ്ക്വയർ. ഇതും അതേപോലെ തന്നെ y മൈനസ് 1 ദ ഹോൾ സ്ക്വയർ y സ്ക്വയർ അഥവാ a സ്ക്വയർ മൈനസ് 2ab. 2 ഇൻറ്റു 1 2 ആണ്. പിന്നെ ഇൻറ്റു y എന്ന് പറയുമ്പോൾ 2y പ്ലസ് 1ന്റെ സ്ക്വയർ. ഇനി 3ന്റെ സ്ക്വയർ 9 എന്നും 1ന്റെ സ്ക്വയർ 1 എന്നും കൊടുക്കുക. 9 ഉം 1 ഉം കൂട്ടുമ്പോൾ 10 കിട്ടും. ഓക്കെ, അപ്പൊ 3 ലെങ്ത്തുകൾ കിട്ടി. പി എ കിട്ടി, പി ബി കിട്ടി, പി സി കിട്ടി. നമ്മളുടെ കയ്യിലുണ്ട് പി എ ഈക്വൽ ടു പി ബി ഈക്വൽ ടു പി സി എന്നുണ്ട് അല്ലെ. പി എ ഈക്വൽ ടു പി ബി ഈക്വൽ ടു പി സി എന്നുണ്ട്. ഇനി എല്ലാത്തിനും ഞാനൊന്ന് സ്ക്വയർ ചെയ്തു. എല്ലാം ഈക്വൽ ആണ്, അപ്പൊ അതിന്റെ സ്ക്വയറുകൾ ഈക്വൽ ആയിരിക്കും അല്ലെ. 1 ഈക്വൽ ടു 1 ഈക്വൽ ടു 1 എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ സെയിം അല്ലെ. അല്ലെങ്കിൽ 2 ഈക്വൽ ടു 2 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ അത് സെയിം തന്നെയല്ലേ വരിക, എല്ലാം 4 തന്നെയല്ലേ വരിക. അതേപോലെ തന്നെ പി എ ഈക്വൽ ടു പി ബി ഈക്വൽ ടു പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എ സ്ക്വയർ പ്ലസ് പി ബി സ്ക്വയർ പ്ലസ് പി സി സ്ക്വയറും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതിലാദ്യം ഞാൻ പി എ സ്ക്വയർ പ്ലസ് പി ബി സ്ക്വയർ എന്ന് എടുത്തു. എന്തുകൊണ്ടാണ് സ്ക്വയർ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റൂട്ട് ഒന്ന് ക്യാൻസൽ ആയി പോകാൻ വേണ്ടിയിട്ടാണ്. സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് ക്യാൻസൽ ആവുമല്ലോ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y പ്ലസ് 5 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6y ഈക്വൽ ടു 13. വേരിയബിളിനെല്ലാം ഒന്നിച്ചാക്കി, കോൺസ്റ്റന്റുകൾ ഒന്നിച്ചാക്കി. അഥവാ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y അവിടേക്ക് ഈ എക്സ് സ്ക്വയറിനെ കൊണ്ടുവന്നു. അപ്പൊ ഇത് പ്ലസ് ആണ്, ഇവിടെ എത്തിയപ്പോ മൈനസ് ആയി. മൈനസ് 4x ഇപ്പുറം എത്തിയപ്പോ പ്ലസ് 4x ആയി. പ്ലസ് വൈ സ്ക്വയർ ഇപ്പുറം എത്തിയപ്പോ മൈനസ് വൈ സ്ക്വയർ ആയി. മൈനസ് 6y ഇപ്പുറം എത്തിയപ്പോ പ്ലസ് 6y ആയി. അതേപോലെ ഈ പ്ലസ് 5നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നപ്പോ അത് മൈനസ് 5 ആയി. ഇനി ഇവിടുന്ന് ഒരു എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും പോവും, ഒരു വൈ സ്ക്വയറും മൈനസ് വൈ സ്ക്വയറും പോവും. ഇനി ബാക്കി ചെയ്യാനുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അതായത് എക്സ് സ്ക്വയറിന്ന് എക്സ് സ്ക്വയർ പോയി, എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ മൈനസ് സ്ക്വയർ വൈ സ്ക്വയർ അതും വെട്ടിപ്പോയി. ഇനി ഇവിടെ ഒരു മൈനസ് 2xും ഇവിടെ ഒരു പ്ലസ് 4xും ഉണ്ട്. അപ്പൊ 4x മൈനസ് 2x എത്ര കിട്ടുക, 4x എന്ന് 2x പോയാല് 2x. ഇവിടെ ഒരു 6y ഇവിടെ ഒരു മൈനസ് 4y ഉണ്ട്. അപ്പൊ 6y 4y പോയാൽ അവിടെയും കിട്ടും 2y ഈക്വൽ ടു 13 5 പോയാൽ 8. 2നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പോവും, ഇവിടെയും 2 പോവും. 8/2 4 കിട്ടും അല്ലെ. 2 ക്യാൻസൽ ആയിട്ട് x, ഇതിനെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ചെയ്യേണ്ട എന്താവും, വെറും y ആവും. 8/2 4 കിട്ടും. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. പി എ ഈക്വൽ ടു പി ബി ഈക്വൽ ടു പി സി എന്നാണ് ഇക്വേഷൻ നമ്പർ 1 നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടായിട്ട് ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുത്തു. ഇനി നമുക്ക് പി ബി സ്ക്വയർ ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് എടുക്കാം. ആ റൂട്ടാണ് പോയി കിട്ടും. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 16y പ്ലസ് 13 ഈക്വൽ ടു, അതായത് പി ബി അതിന്റെ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 10. നേരത്തെ പോലെ തന്നെ ഈ എക്സ് സ്ക്വയറിനെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പൊ അത് മൈനസ് എക്സ് സ്ക്വയർ ആയി. മൈനസ് 6 ഇപ്പുറം വന്നപ്പോ പ്ലസ് 6x ആയി. പ്ലസ് വൈ സ്ക്വയർ ഇപ്പുറം വന്നപ്പോ മൈനസ് വൈ സ്ക്വയർ ആയി. മൈനസ് 2y ഇപ്പുറം വന്നപ്പോ പ്ലസ് 2y ആയി. പിന്നെ 13, ഈ പ്ലസ് 13നെ അപ്പുറത്തോട്ടും കൊണ്ടുവന്നു, അത് മൈനസ് 13 ആയി. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയറിന് എക്സ് പോയി, എവിടെ പേന, എക്സ് സ്ക്വയറിന് എക്സ് സ്ക്വയർ പോയി, എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതേപോലെ തന്നെ വൈ സ്ക്വയറിന് വൈ സ്ക്വയർ പോയി. ദെൻ 6x 4x പോയാല് 2x. മൈനസ് 6y പ്ലസ് 2y പോയാല് വലുതിന്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് മൈനസ് വരും. 6 2 പോയാല് 4. 10 മൈനസ് 3 പോയാല് മൈനസ് 3 കിട്ടും. വ്യത്യാസം കണ്ടിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്നും കൊടുത്തു. ഇക്വേഷൻ നമ്പർ 2നെ നമ്മൾ ആദ്യം 2 ഡിവൈഡ് ചെയ്തിരുന്നു, ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരില്ലായിരുന്നു, കാരണം എക്സ് സെയിം ആവും. അപ്പൊ ഞാൻ ഇക്വേഷൻ നമ്പർ 2നെ ഒന്നുകൂടി 2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 2x പ്ലസ് 2y പ്ലസ് 8 ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഇനി ഇക്വേഷൻ നമ്പർ 4 ഇക്വേഷൻ നമ്പർ 3 മൈനസ് ചെയ്യാണ്. 2x 2x പോയാൽ 0. 2y 4y പോണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക എങ്ങനെ 6y വന്നതെന്ന് പറഞ്ഞുതരാം. 2 നമ്മൾ എന്ത് ചെയ്യാണ്, മൈനസ് ചെയ്യാണ്. എന്തിനെ മൈനസ് ചെയ്യുന്നത്, മൈനസ് 4നെയാണ് മൈനസ് ചെയ്യുന്നത്. ഇപ്പൊ 2 മൈനസ് അടുപ്പിച്ച് വന്നില്ലേ, അപ്പൊ അത് പ്ലസ് ആവും. അപ്പൊ 2 പ്ലസ് 4 എത്ര കിട്ടും, 6 കിട്ടും. അങ്ങനെയാണ് ഇവിടെ 6y എന്ന് വന്നത്. ഇതും അതേപോലെ തന്നെ
എട്ടിൽ നിന്നും മൈനസ് ചെയ്യണം. എന്തിനെ മൈനസ് ചെയ്യണം? -3 മൈനസ് ചെയ്യണം. 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോ എന്താവും? പ്ലസ് ആവും. അപ്പൊ 8 + 3 11 കിട്ടും. ഇനി ഇതിന്ന് y = 11/6 എന്നും കിട്ടും. ഓക്കെ, ഇനി ഈ വാല്യൂനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാൻ പോവാണ്. അപ്പൊ x + y = 4 എന്നാണ്. എക്സിന്റെ വാല്യൂ 11/6 ആണ്. അപ്പൊ സോറി, എക്സിന്റെ വാല്യൂ അല്ല, വൈയുടെ വാല്യൂ 11/6 ആണ്. അപ്പൊ x + 11/6 = 4 എന്ന് കിട്ടും. അതിൽ നിന്ന് ഈ +11/6 പുറത്തോട്ട് കൊണ്ടുവരുമ്പോ -11/6 ആവും. ഓക്കെ, ഇനി ക്രോസ് ചെയ്യാം. 6 4 24, ഏതൊരു സംഖ്യയുടെ താഴെ 1 ഉണ്ടാവും. 6 4 24, ഇവിടെ ഒരു മൈനസ് ഇട്ടു. പിന്നെ 1 × 11 11 ഡിവൈഡഡ് ബൈ 1 × 6 6. 24 11 കുറക്കുക. 24 11 കുറക്കുമ്പോൾ നമുക്ക് 13/6 കിട്ടും. അപ്പൊ x 13/6 കിട്ടി, y 11/6 കിട്ടി. ഓക്കെ, x 13/6 കിട്ടി, y 11/6 കിട്ടി. ഇപ്പൊ സെന്റർ കിട്ടി അല്ലെ, വൃത്തകേന്ദ്രം കിട്ടി, അല്ലെങ്കിൽ പരിവൃത്ത കേന്ദ്രം കിട്ടി. എത്രയാ? 13/6 11/6. ഇനി റേഡിയസ് കാണണം. അതിന് പി എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുത്താൽ മതി. എന്താ പി യുടെ ഇക്വേഷന്? x² - 2x + y² - 4y + 5. എക്സിന്റെ വാല്യൂ എത്രയാണ്? 13/6 ആണ്. വൈയുടെ വാല്യൂ എത്രയാണ്? 11/6 ആണ്. അപ്പൊ 13/6 സ്ക്വയർ -2 × 13/6 + 11/6 സ്ക്വയർ -4 × 11/6 + 5. എക്സിനും വൈക്കും വാല്യൂ എടുത്തു. 13 സ്ക്വയർ 169 കിട്ടും. 6 സ്ക്വയർ 36 കിട്ടും. -2 × 13 ചെയ്യുമ്പോൾ -26 കിട്ടും /6 + 11 സ്ക്വയർ 121 /6 സ്ക്വയർ 36. -4 × 11 44 /6 + 5/1. ഇനി എല്ലാ ഡിനോമിനേറ്ററും സെയിം ആക്കുക. എല്ലാ ഡിനോമിനേറ്ററും സെയിം ആക്കണം. ഈ എല്ലാത്തിനെയും ഞാൻ 36 ആക്കാൻ പോവാണ് കേട്ടോ. എല്ലാത്തിനെയും 36 ആക്കാൻ പോവാണ്. അപ്പൊ ഓൾറെഡി ഒന്നാമത്തെ 36 ആണ്. രണ്ടാമത്തേന് 36 ആക്കണം എന്നുണ്ടെങ്കിൽ × 6 ചെയ്യണം. അപ്പൊ താഴെ മാത്രം ചെയ്താൽ പോരാ, മേലെയും × 6 ചെയ്യണം. അപ്പൊ 26 × 6 ചെയ്താണ് 156. 6 6 36, 12 3 15. പിന്നെ അടുത്തതും ഓൾറെഡി 36 ആണ്. പിന്നെ 6 ആണ്. 6നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 കൊണ്ട് ഗുണിക്കണം. അപ്പൊ താഴെ മാത്രം ഗുണിച്ചാൽ പോരാ, മേലെയും 6 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 44 × 6 ചെയ്യുമ്പോൾ 264 കിട്ടും. 6 4 24, 6 4 24 2 26. ഇനി ഇവിടെയും താഴെ 1 ആണ്. അപ്പൊ 6 കൊണ്ട് ഗുണിക്കണം. അപ്പൊ മേലെയും 6 കൊണ്ട് ഗുണിക്കണം. 6 30, സോറി 6 അല്ല 36 കേട്ടോ. 6 അല്ല നമ്മളാക്കുന്ന 36 അല്ലേ. അപ്പൊ 5 × 36 180. ഇപ്പൊ ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആയില്ലേ, കണ്ടോ? എല്ലാ ഡിനോമിനേറ്ററും സെയിം ആണ്. അപ്പൊ നമുക്ക് ഒറ്റ ഡിനോമിനേറ്റർ ആക്കിയിട്ട് എഴുതാൻ പറ്റും. എന്നിട്ട് മുകളിലത്തെ മാത്രം ചെയ്താൽ മതി. അപ്പൊ 169 - 156 + 121 - 124 264 + 180. ഇനി ആദ്യം നമുക്ക് പോസിറ്റീവ് നമ്പറുകൾ ആഡ് ചെയ്യാം. 169 121 180 ആഡ് ചെയ്യാം. 9 1 10ക്ക് 0, ഇവിടെ 0 ആണല്ലോ, 0 ശിഷ്ടം 1 കിട്ടും. 6 5 11 11 8 19 അല്ലെ, 6 5 11 8 19 19 20 വരും അല്ലെ. ഏതൊക്കെ സംഖ്യകൾ? 169. എഴുതി ചെയ്യാം, ഓർഡർ ഒരു പെട്ടെന്ന് കിട്ടണില്ല. ഇതിന്റെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക്. 169 121 180. ഇതാണ് നമ്മളുടെ സംഖ്യകൾ കേട്ടോ. അപ്പൊ 9 1 10ക്ക് 0 കിട്ടും. ശിഷ്ടം 1 വരും. ഓക്കെ, ഇപ്പോ 9 1 10ക്ക് 0 കിട്ടും. ശിഷ്ടം 1 വരും. 8 2 10 6 16 1 17ക്ക് 7. ശിഷ്ടം 1 1 2 3 4 കണ്ടോ, 470 കിട്ടും. എന്നിട്ട് നെഗറ്റീവ് നമ്പറുകൾ കൂട്ടാം. നെഗറ്റീവ് നമ്പറുകൾ ഏതൊക്കെയാ? ഒന്ന് ഒരു 156 ഉണ്ട്, പിന്നെ ഒരു 264 ഉണ്ട്. ഓക്കെ, മൈനസ് ഇട്ടു. നെഗറ്റീവ് നമ്പറുകൾ എന്തിനാണ് പോസിറ്റീവ് നമ്പറുകളും നെഗറ്റീവ് നമ്പറുകളും സെപ്പറേറ്റ് അങ്ങനെ കൂട്ടാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, പോസിറ്റീവ് നമ്പർ നമുക്ക് ഡയറക്റ്റ് കൂട്ടുന്ന പോലെ കൂട്ടാം. പിന്നെ നെഗറ്റീവ് നമ്പറുകൾ കൂട്ടുമ്പോൾ സംഖ്യകൾ കൂട്ടിയിട്ട് പിന്നെ നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 6 4 10ക്ക് 0. ശിഷ്ടം 1. 5 6 6 12ക്ക് 2. ഇഷ്ടം 1 2 2 4 420. ഇനി അപ്പൊ 470 - 420 /36 എന്ന് കിട്ടും. ഇനി 470 420 പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും?
50/36 എന്ന് കിട്ടും. ഓക്കെ, എത്ര കിട്ടും? 50/36 എന്ന് കിട്ടും. ഇനി ഈ 50-ന് റൂട്ട് ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. 50-ന് റൂട്ട് ഇല്ല എന്നുള്ള കാര്യം അറിയാം. പക്ഷെ 50-ന് റൂട്ടുള്ള ഒരു സംഖ്യയും റൂട്ട് ഇല്ലാത്തൊരു സംഖ്യയും ആക്കിയിട്ട് എഴുതാൻ പറ്റും. 50-ന് 2 × 25 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ 25-നെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. 25-ന് റൂട്ട് ഉണ്ട്, 36-ന് റൂട്ട് ഉണ്ട്. 25-ന്റെ റൂട്ട് 5 എന്ന് കിട്ടും. റൂട്ട് 2-ന് റൂട്ട് ഇല്ലാത്തതുകൊണ്ട് അത് റൂട്ട് 2 തന്നെ എഴുതി. 36-ന്റെ റൂട്ട് 6 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ റേഡിയസ് അല്ലെങ്കിൽ പി എയുടെ നീളം, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ റേഡിയസ്. ആ റേഡിയസിന്റെ നീളം എത്രയാണ്? 5√2/6. ഇപ്പൊ റേഡിയസും കിട്ടി, സെന്ററും കിട്ടി. ഓക്കെ, റേഡിയസ് എന്ന് പറഞ്ഞാല് ആരം കേട്ടോ, പരിവൃത്ത ആരം.